നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും എന്റെ മോൻ ഇവിടെ ഇങ്ങനെ. ഇവിടെ എന്താ പ്രശ്നം? ഏയ് വേണ്ട, നീ ദേഷ്യപ്പെടണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അഖി, അമ്മ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. മോളെ, ഈ കഞ്ഞി ചൂടോട് കുടിക്കാൻ പറയണം. ഇത് കുടിച്ചാ അക്കിമോന്റെ ക്ഷീണം എല്ലാം മാറും. ദേവകി, അവര് വന്നിട്ടുണ്ട്. അഖിലിന്റെ അമ്മയും ചേട്ടത്തിമാരും. അഖിലിന്റെ അടുത്തുണ്ട്. അവരെന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങി പോന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, അഖിലിന്റെ ഇവിടുത്തെ പൊറുതി ഇന്നത്തോടെ തീർന്നു. പിന്നെ ശ്യാമേ, അവര് അഖിലിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നീ തടയാനൊന്നും നിക്കല്ലേ. അവിടെ എങ്ങനെ കഴിഞ്ഞതാ അവൻ. ഇവിടെ കഷ്ടപ്പാടും ദുരിതവും. എന്റെ ഗതി ഇങ്ങനെയായി. അവനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. വെറുതെ ആ അമ്മയുടെ ശാപം വലിച്ചു വെക്കണ്ട. എന്ത് ചെയ്യണെന്ന് അവൾക്കറിയാം. നീ ഒന്നും വായടച്ചു വെക്ക. അല്ലെങ്കിലും സത്യം പറയുമ്പോ ആർക്കും പിടിക്കില്ലല്ലോ. ജയന്തി, കുറച്ചു സമയത്തേക്കെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്ക. അവര് പോയി കഴിഞ്ഞ് നീ എന്ത് വേണേലും പറഞ്ഞു. കണ്ടോ പണോ മണോ ഉള്ള ബന്ധുക്കള് വന്നപ്പോ നമ്മളെ ആർക്കും വേണ്ടായേ. ഇവളോട് തർക്കിച്ചു നിന്ന ശരിയാവില്ല. മോളുവാ, കഞ്ഞി തണുക്കും. കൊമ്പിലെ ബന്ധുക്കള് വന്നപ്പോ മൂന്നാളുടെയും ഗമ കണ്ടോ. ഈ ബ്രെഡ് കൂടി കഴിക്കും. ഒരെണ്ണം കൂടി കഴിക്കടാ. മതിയമ്മേ, മതി. ഒന്നുകൂടി കഴിക്കേ. മതി. ഇതെന്താ? കഞ്ഞിയും ചമ്മന്തിയും അഖിലിന് കുടിക്കാൻ കൊണ്ടുവന്നതാ. അമ്മേ, ഇത് കണ്ടോ? അഖിക്ക് കുടിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണെന്ന്. ഇതൊക്കെ കഴിച്ചാ ഇവനിങ്ങനെ സുഖമില്ലാണ്ടായേ. ഇതൊക്കെ കഴിക്കാനേ ഇവൻ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. ഈ നാട്ടിലൊക്കെ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പനി വന്ന കഞ്ഞിയാ കുടിക്കുന്നേ. അതിന്റെ ഐശ്വര്യം ഇവിടെ മൊത്തത്തിൽ കാണാനുണ്ട്. മതിയാക്കമ്മേ, വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? അമ്മേ, നമ്മളിവിടെ വന്നത് അഖിയെ കാണാനല്ലേ? അതുകൊണ്ട് കണ്ടതും കേട്ടതും ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടോ? അത്രയ്ക്കങ്ങ് കുറ്റപ്പെടുത്താൻ ഞങ്ങള് കാര്യമായിട്ട് തന്നെ അഖിൽ മോനെ നോക്കുന്നേ. ദേവകി, സംസാരിച്ചത് മതി. വന്നേ. അല്ല, ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. നിർത്താനാ പറഞ്ഞേ. ഞാനൊന്നും പറയുന്നില്ല. കഞ്ഞി പാവങ്ങൾക്കുള്ളതാ. നീ നേരത്തെ ചോദിച്ചില്ലേ എന്താ ശ്യാമയ്ക്ക് കൂടി ഡ്രസ്സ് വാങ്ങാത്തതെന്ന്? ആ അശ്വതിയുമായി കൂട്ടിച്ചേർന്ന് നമ്മുടെ കുടുംബം തകർക്കാൻ നിൽക്കുന്ന ഇവൾക്ക് ഞാൻ എന്ത് സമ്മാനമാ കൊടുക്കേണ്ടത്? നീ പറയ.
അമ്മേ, എല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാ. ശ്യാമയ്ക്ക് അശ്വതി ചേച്ചിയുമായി അങ്ങനെ ഒരു അടുപ്പമില്ല, ഉറപ്പാ. ഞാനാ പറയുന്നേ, ഇത് സത്യമാണ്. അമ്മ വിശ്വസിക്കണം. ഞാൻ പോവാ. ശ്യാമ, അശ്വതേച്ചി ശ്യാമ, നിക്ക്. നീ എന്താ പറഞ്ഞേ? ഇവര് രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അല്ലേ? ഇനി നീ പറയും, ഇവളും ശ്യാമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ? ഇത്രയും കാലം എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി, ശ്യാമയും ഇവളും കൂടിയോ എന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നത്. ഇനി ക്ഷമിക്കില്ല. ഇവളോട്, ഈ ശ്യാമയോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞതാ ശരിയെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ പോവാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം മോനെ. നീ വരില്ല അല്ലേ? അമ്മ വിളിച്ചാ നീ വരില്ല അല്ലേ? ഞാൻ പോവാ. പക്ഷെ ഒന്ന് നീ ഓർത്തോ, എന്നെയും നമ്മുടെ കുടുംബത്തെയും ചതിച്ച ഇവള് ഒടുവിൽ നിന്നെയും ചതിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.